അതെ, ഈ ടെക്നോക്രാറ്റ് എന്ന് പറഞ്ഞ് ഒരു സംഭവം ഇറങ്ങിയിട്ടുണ്ടല്ലോ. ആരെക്കുറിച്ച് എന്തിനാണ് പറയണത്? ടെക്നോക്രാറ്റ് എന്ന നിയമത്തിൻ്റെ കാര്യം വെച്ച് പറയുകയാണെങ്കിൽ അത് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ്. ഈ ടെക്നോക്രാറ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഔദ്യോഗിക വ്യാഖ്യാനം എന്ന് പറയുന്ന ഒരു മീനിങ്, അർത്ഥം എന്ന് പറയുന്നത് ഒരു സയൻറ്റിസ്റ്റോ എഞ്ചിനീയറോ അല്ലെങ്കിൽ IT പ്രൊഫഷണലോ, വെറും സയൻറ്റിസ്റ്റോ എഞ്ചിനീയറോ IT പ്രൊഫഷണലോ അല്ല, അവരുടെ ഈ കഴിവുകളൊക്കെ ഇരിക്കെ തന്നെ അവർക്ക് രാഷ്ട്രീയമായിട്ടുള്ള എന്തെങ്കിലും അധികാരങ്ങളോ സ്ഥാനങ്ങളോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളോ ഉണ്ടാവും. അതിനെയാണ് ഈ ടെക്നോക്രാറ്റ് എന്ന് പറയുന്നത്. സാങ്കേതിക വിദ്യയും രാഷ്ട്രീയ പ്രവർത്തന പരിചയവും ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഈ ടെക്നോക്രാറ്റ് ഉണ്ടാകുന്നത്. അത് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ്. കാരണം ഒരു നിരവധി സ്ഥാപനങ്ങളിൽ, അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ച് സാങ്കേതിക മികവ് രാജ്യത്തും രാജ്യത്തിന് പുറത്തും തെളിയിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം. തന്നെയുമല്ല, രാഷ്ട്രീയ പ്രവർത്തന പരിചയമുണ്ട്. മോദി സർക്കാരിൽ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചൊരു മന്ത്രി തന്നെയായിരുന്നു അദ്ദേഹം. സഹമന്ത്രി, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു. എന്നാലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായിരുന്നു. അതിനുള്ളൊരു അംഗീകാരമായിട്ട് കൂടിയാണ് അദ്ദേഹത്തിനെ കേരളത്തിലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാക്കി കേരളം പിടിക്കുവാനായി അയച്ചിരിക്കുന്നത്. ആ ഒരു ദൗത്യം തന്നെയാണ് നേരത്തെ അശരീരി പറഞ്ഞതുപോലെ ശിവൻകുട്ടിയണ്ണൻ ഡബിൾ പൂട്ടിട്ട് പൂട്ടിയെന്ന് പറഞ്ഞില്ലേ, ആ പൂട്ട് പൊളിച്ച് കൈ കൊടുക്കാനായിട്ട് നിയമം തന്നെ അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത്.